Hi, my name is Sadul. Behind the Karila, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Rushil. Yes. Nice meeting you, bro. റീൽസ് നോക്കുന്നതിന്റെ ഇടയിലാണ് ഞാനൊരു കണ്ടന്റ് കാണുന്നത്. ഒരു ട്രോൺ എന്തോ പറഞ്ഞൊരു അക്കാഡമിന്റെയാണ് ഞാൻ കണ്ടന്റ് കാണുന്നത്. അതിൽ കൊളാബ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് നോക്കുമ്പോഴാണ് ഞാൻ ഋഷിൽ എന്നുള്ള വ്യക്തിയെ കാണുന്നത്. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ത്രൂ ഞാൻ പരിചയപ്പെട്ടു. ബട്ട് എന്റെ മുന്നിൽ ഋഷിൽ എന്നൊരു വ്യക്തി ബട്ട് ഇന്റർനെറ്റില് ഗ്രോത്ത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ക്യാപ്ഷനിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ ബയോലൊക്കെ നോക്കിയപ്പോൾ ഗ്രോത്ത് സ്പെഷ്യലിസ്റ്റ് എന്ന് കാണുന്നത്. സോ വൈ ഗ്രോത്ത് സ്പെഷ്യലിസ്റ്റ്? So, talking about my journey, I started as an okay. So, I take up the role growth specialist, right? So, I'm not particularly a part of Tron Academy or like a Tron Digital. Actually, we have a lot of Trons. And actually, role is growth of all Trons. The Tron name is growth. And that's my business goal. Apart from that, I also focus on growth on a personal basis, like fitness, like mentally, like sales, like business. So these are the 4 aspects I work on. Okay, these 4 phases growth ആണ് growth specialist എന്ന് പറയുന്നത്. Yes. Okay. So, അപ്പോൾ business and sales ഒന്നല്ലേ? No, not really. So most people think the same, right? So why I get asked the same question, like എന്തുകൊണ്ടാണ് ബിസിനസ്സും ഈ സെയിൽസും സെപ്പറേറ്റ് ആക്കുന്നത്? ബിസിനസ് എടുത്ത് നോക്കിയാൽ കുറെ കാര്യങ്ങളുണ്ട്. മാർക്കറ്റിംഗ്, സെയിൽസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഫിനാൻസ്, അക്കൗണ്ടിങ്, കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്? ഇറ്റ് സെയിൽസ്. ഒരു സെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. വേറെ എന്ത് തന്നെ ഇല്ലാന്നുണ്ടെങ്കിലും കമ്പനി can move on. Sales is the most fundamental part of any business, and that's why I give a special focus on sales. Okay. So ഈ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ട്രോൺ എന്ന് പറഞ്ഞു. ട്രോൺ എന്താണ്? ലൈക്ക് ബിസിനസ് ആണോ, സൊല്യൂഷൻസ് ആണോ, കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും കമ്പനിയാണോ? So what is Tron? So yes, so really good question. So what is Tron? Tron is more than just a digital academy or just a digital media marketing agency. So what is Tron? Tron is a digital solution, and solution for who? Solution for business owners, solution for a common person, solution for everyone. Okay. And like digitally എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ we have the solution for that. That's Tron. ഡിജിറ്റൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. Yes, exactly. Yes. Okay. And we have an agency ഡിജിറ്റൽ ആയിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സെൽ ചെയ്യാനുള്ള ഒരു ഏജൻസി ഉണ്ട്. അതുപോലെ ഒരു ട്രോൺ ടെക്നോളജി എന്ന കമ്പനീസ് ഉണ്ട്. അതായത് ടെക്നോളജിക്കലായിട്ട് ആപ്പ് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനി ഉണ്ട്. അതിന് പുറമെ ഇപ്പോൾ ട്രോൺ അക്കാഡമി ഡിജിറ്റൽ ആയിട്ട് കുട്ടികൾക്ക് എങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് കുട്ടികൾക്ക് ഒരു പ്ലേസ്മെന്റ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രോൺ അക്കാഡമി. സോ yeah, that's Tron. സോ ട്രോണിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തത് മനസ്സിലാക്കിയ ഒരു കാര്യം, ട്രോൺ കേരളത്തിൽ എങ്ങനെ വന്നു? കാരണം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു ഫോറിൻ, ഒരു ഗൾഫ് GCC കൺട്രി എന്തോ ട്രോൺ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം. സോ ട്രോൺ ഹിസ്റ്ററി പറയാന്നുണ്ടെങ്കിൽ ഐ കാൻ ഡെഫിനറ്റ്ലി സ്പീക്ക് അബൌട്ട് ഇറ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് റിയലി മൈ സ്റ്റോറി. അതെന്റെ ബ്രദറിന്റെ ഫ്രണ്ടിന്റെ സ്റ്റോറിയാണ് ട്രോണിന്റെ ബിഗിനിങ്സ് ആണ്. വെരി ഹംബിൾ ബിഗിനിങ്സ്. സോ ഐ ആം ഗോണ നരേറ്റ് ദി ബെസ്റ്റ്. സോ വാട്ട് ഹാപ്പൻഡ് വാസ് ലൈക്ക് ഇവർ കോളേജ് ഒരുമിച്ച് കൊല്ലത്ത് TKM കോളേജിൽ പഠിച്ചിരുന്നത്. അങ്ങനെ ആ ടൈമിൽ ഇവർ വളരെ ബിസിനസ് ഓറിയന്റഡ് ആയിരുന്നു. കുറെ സ്റ്റാർട്ടപ്സ്, അതായത് ടീഷർട്ട് പ്രിന്റിംഗ് കമ്പനി, അതുപോലെ തന്നെ ബേസിക്കലി ലൈക്ക് കോളേജിൽ നിന്ന് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ ഇവർ ഓരോരോ ഫണ്ടിങ് ഇവന്റ്സ് പോകാൻ തുടങ്ങി. പബ്ലിക് ഫണ്ടിങ്, ഗവൺമെന്റ് ഫണ്ടിങ്, കുറെ ടെക് ഫെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഇവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സപ്പോർട്ടും പബ്ലിക് സപ്പോർട്ടും കിട്ടുന്നത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം. അതായത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതിനാണ് സപ്പോർട്ട് അല്ലെങ്കിൽ ഫണ്ടിങ് വരുന്നുള്ളൂ. ബട്ട് നമ്മൾ മാർക്കറ്റ് എടുത്ത് നോക്കിയെങ്കിൽ സാസ്, ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, അതുപോലെ സർവീസസ്, ഇതിനാണെങ്കിലോ സർവീസ് സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. ലൈക്ക് പ്രൊഡക്റ്റ് ഒക്കെ ബൂം ആവുന്നുണ്ടെങ്കിലും വളരെ ലോങ് ടേമിലെ ബൂം ആവുന്നത്. നമ്മൾ സർവീസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ബൂം ആയിക്കൊണ്ടിരിക്കുക. സോ അങ്ങനത്തെ ഒരു മാർക്കറ്റ് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് റിയൽ ക്വസ്റ്റ്യൻ. ബട്ട് ദെൻ ദേ ഗോട്ട് UAE പോയി അവർ വേറെ ബിസിനസ് തുടങ്ങി, പല ബിസിനസ് ഫോക്കസ് ആയി, ആൻഡ് ദേ റിയലി ലോസ്റ്റ് ട്രാക്ക് ഓഫ് ഇറ്റ്. ലൈക്ക് അത് സൈഡിലോട്ട് പോയി. ബട്ട് അവർ പിന്നെ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിലും കമ്പനി ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഫസ്റ്റ്. എത്ര നല്ല പ്രൊഡക്റ്റ് ആവട്ടെ, എത്ര നല്ല സർവീസ് ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, പക്ഷെ മാർക്കറ്റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഈ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വലിയുണ്ട്, ആരും അറിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ആരും മേടിക്കാനും പോകുന്നില്ല. അത് ആരോ ഒരാൾ ഇതിന്റെ ഉപകാരം ഇങ്ങനെയാണ് കാണിക്കുന്നു, അത് ആരോ പബ്ലിസിറ്റി ചെയ്ത്, അതാണ് മാർക്കറ്റിംഗ്, ബേസിക് മാർക്കറ്റിംഗ്. അങ്ങനെ ഇവരെന്താ വെച്ചാൽ വെരി ഫണി സ്റ്റോറി. സോ ഇവരൊരു റാപ്റ്റേഴ്സ് ചിക്കൻ എന്നുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ കമ്പനി ഉണ്ട്. അങ്ങനെ അവർ സാച്ചി എന്ന് പറഞ്ഞ ഒരു MNC കമ്പനിയിൽ പോയത്. അങ്ങനെ MNC കമ്പനിയിൽ പോയിട്ട് ഡയറക്റ്റ് സിഇഒനെ പോയിട്ട് മീറ്റ് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോക്ക്. എവരിവൺ വാസ് സോ ഹാപ്പി, എവരിവൺ വാസ് ലൈക്ക് ഓൺ ദ സെയിം പേജ്, വെരി പ്രൊഡക്റ്റീവ്, റൈറ്റ്? അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ കോട്ട് അയക്കാന്നൊക്കെ പറഞ്ഞു. ഇവരെല്ലാവരും വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോൾ കോട്ട് വന്നപ്പോ പെർ ഇയർ $3 million. ഒരു കോടിന്
quoted per year 3 million dirhams. So my brother was like, wait, 3 million ഇവരുടെ അടുത്ത് പോകണം, അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാൻ മാത്രം. Like not just digital, our offline marketing ചെയ്യുന്നുണ്ട്, but still 3 million dirhams. Yes. So they were like, okay, we already have like 5-6 companies. So നമുക്ക് ഏതെങ്കിലും ഏജൻസിനെ മീറ്റ് ചെയ്താൽ 6 companies ഒരുമിച്ച് കൊടുക്കുമ്പോൾ ചെറിയ റേറ്റിന് കിട്ടും. അങ്ങനെ ഫ്രീലാൻസേഴ്സ് ഏജൻസീസ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവർ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ഇതിൽ നന്നായി ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ഹൈറ്റ് ചാർജ് ചെയ്യും, ലോ ചാർജ് ചെയ്യാൻ അത്രയും വലിയ ഗ്യാപ്പാണ് മാർക്കറ്റിലുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ട് ഇവർ തന്നെ ഇവരെ ഇൻഹൗസ് ക്ലയൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് ട്രോൺ. യെസ്. അങ്ങനെ ആപ്റ്റോസിക്കിന് ഒരു ആപ്പ് ആവശ്യം വന്നു. അങ്ങനെയാണ് ട്രോൺ ടെക്നോളജീസ് വരുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ മൈ ബ്രദർ കുഡ് ലൈക്ക് ഫോക്കസ് ഓൺ ഇറ്റ്. നമുക്കാണെങ്കിൽ അത്യാവശ്യം എൻക്വയറീസ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ കമ്പനീസ് അങ്ങനെ കുറെ കമ്പനീസ് വന്നിട്ട് വി ഗോട്ട് ക്ലയൻസ്. ലൈക്ക് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും ക്ലയൻസ് കിട്ടി, കാരണം ഓൾറെഡി നമുക്ക് കുറച്ച് എക്സ്പെൻസസ് ഉണ്ട്, അപ്പൊ അവരെ ക്ലയൻസ് കിട്ടും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കാരണം ഓക്കെ ഇതൊരു മാർക്കറ്റ് ഉണ്ട്, ആൾക്കാർ എടുക്കണം. പക്ഷെ നമ്മളെ അൺലിമിറ്റഡ് ഫണ്ടിങ് ഒന്നുമില്ല. അങ്ങനെ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വെരി കോൺഫിഡന്റ് ആയിട്ട് ഞാനാണെങ്കിൽ നാട്ടിൽ നിന്നും ജർമ്മനിലോട്ട് എസ്കേപ്പ് അടിച്ച് അവിടെ ഒരു കോഴ്സ് എടുക്കും. റിമോട്ടിംഗ് ആയിരുന്നു. യെസ്. ജർമ്മനിയിലാണ് പഠിച്ചത്. ട്രോൺ എന്നുള്ള അക്കാദമി GCC കൺട്രിയിൽ വർക്ക് ചെയ്തു. സോ ഇവിടുന്ന് റിമോട്ട് ചെയ്തു. അങ്ങനെ ഞാനാണെങ്കിൽ ജർമ്മനി പോയിട്ട് കോഴ്സ് എടുത്തത് BA ബിസിനസ് മാനേജ്മെന്റ് ആണ്, സ്പെഷ്യലൈസിംഗ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ലൈക്ക് നോ ഐഡിയ, അത് അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്ത് ഞാൻ ജർമ്മനി പോയിട്ട് 4 months ആയപ്പോൾ വിന്റർ ആയിക്കാൻ അവിടെ ഒരു റിസഷൻ വരും, ഒരു ഡിപ്രഷൻ പോലെ വർക്ക് ഉണ്ടാവും. അത് എനിക്ക് വർക്ക് ഇല്ല, ഞാൻ വെറുതെ ഇരിക്കുന്നു. അങ്ങനെ ആ പോയിന്റ് ഓഫ് ടൈമിലാണ് എന്നോട് ഇക്ക പറയുന്നത്, ഓക്കെ ജസ്റ്റ് വർത്താനം റാൻഡം ആയിട്ട് ഞാൻ പറയാം എന്റെ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓ അങ്ങനെ എന്നാ എനിക്കൊരു ഏജൻസി ഉണ്ട്, പണിക്ക് അതുവരെ ഒരു ഐഡിയ ഇല്ല ഈ കോഴ്സ് എടുത്ത്. Reason exactly, but startingly ഞാൻ ഓഫീസിലെ കാര്യം ലൈക്ക് ഐ വാണ്ട് ടു ബി ഓൺട്രപ്രനർ, സോ അതുകൊണ്ടാണ് ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് എടുത്തത്. ബിസിനസ് മാനേജ്മെന്റ് എടുത്തപ്പോൾ എനിക്ക് ഓപ്ഷൻ HR മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ, ബട്ട് ഐ ഫൗണ്ട് മാർക്കറ്റിംഗ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റിൽ വേറെ നടക്കുന്നത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ തന്നെയാണ് പോയത്. ബട്ട് എന്നാലും ഇങ്ങനത്തെ ഒരു പ്ലാൻ ഒരിക്കലുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ആസ് എൻ ഇന്റേൺ ആയിട്ട് ട്രോൺ അക്കാഡമിയിൽ സ്വന്തം ബ്രദർ ഫാമിലി ആ ഇന്റേൺ ആയിട്ട് കയറുന്നത്. സോ വെൻ പീപ്പിൾ ടെൽ ദാറ്റ് ഐ എം ഓവർനൈറ്റ് സക്സസ്, റൈറ്റ്? സോ എന്റെ ബ്രദർ ഇതിന് ഓണർ ആയതുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷനിൽ വരുമ്പോൾ I get frustrated, but I understand because ഒരു പുറത്തെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ I understand that. I cannot blame them. അവരെ അറിയുന്നില്ല, but they are way too quick to judge and they shouldn't be doing that. അതേ ഉള്ളൂ. But for me, you have to understand, my journey has been starting as an intern and then I learned ads. So at that point I had a mentor, but അയാൾക്ക് ഒരു വർക്കുള്ള ആൾ പറയും, ഓക്കെ ഈ വീഡിയോ ഉണ്ടോ, ഇത് ചെയ്തു ട്രൈ ചെയ്ത് പോകാറ്. 2 months കഴിഞ്ഞപ്പോൾ ആൾ പോയി, കമ്പനി പോയി. അങ്ങനെ ഞാനത് ടേക്കപ്പ് ചെയ്യും. ads. I had real money, I had real clients, I had to learn. So for 4-5 hours I'll be on YouTube. എങ്ങനെ അത് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം, സെൽഫ് ലേണിംഗ് ബേസിക്സ് അറിയാം, സെൽഫ് ലേണിംഗ്, and then I'll try it out, ചെയ്തു. And after 3 months I got really good at it. At that point one thing is like ഞാൻ മനസ്സിലാക്കിയ അരച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ ഇരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എന്റെ ചുറ്റുപാടും എന്റെ ഫ്രണ്ട്സ് കുറെ പേര് they were with me through my darkness, with my life. So I was like, okay ഇവരും വെറുതെ ഇരിക്കുന്നു, why can't I help them out as well? അങ്ങനെ ഞാൻ ഇവരെല്ലാവരും കമ്പനി കയറ്റി. First person was like my friend Bilal, അങ്ങനെ കുറെ ആൾക്കാർ കയറ്റി, പിന്നെ റിഷാനെ കയറ്റി. Fun fact, Rishan is one of the owner of Tron Academy now. So I brought him to the company. Okay, so he was my referral. അങ്ങനെ 9 people നെ കൊടുത്തു. Fast friend circle and 9 people. Okay, fast forward 1 year, 9 of them were getting paid, but I wasn't. Okay, like ഇതാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. സന്തോഷ് കുളങ്ങനെ ഒരു റീൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥതയോട് ചെയ്യാണ്, ഡെയിലി ചെയ്യുന്നുണ്ട്, ബട്ട് ഒരു ഔട്ട്പുട്ടും തരുന്നില്ല, സ്റ്റിൽ അത് ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ exactly. So for 1 year I was doing the same thing. Like first ഞാൻ ads start ചെയ്തു, ads specialize ചെയ്തു, and then my brother bought, like at this point our company was making enough revenue, so my brother bought like a mentor, like SEO പഠിപ്പിച്ചു തരാൻ ഒരാൾ കൊടുത്തു. Me and Rushil we learned SEO from him. ബട്ട് അയാളാണെങ്കിലും കോൺസെപ്റ്റ്സ് പറയും, കാര്യങ്ങൾ പറയും, ബാക്കി പഠിക്കും ആ മൂടാ എല്ലാവരും പ്രാക്ടിക്കൽ. സോ ഫ്രം ദ സ്റ്റാർട്ടിംഗ് വി ആർ ലൈക്ക് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയന്റഡ് പഠിച്ചിട്ടുള്ളതാണ്. അത് ഞങ്ങൾ SEO പഠിച്ച് കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഞാൻ ഇത് ടെക്നിക്കൽ സൈഡിൽ ലീഡ് ആയി. ടെക്നിക്കൽ ടീം ലൈക്ക് വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് ട്രോൺ ഇസ് ലൈക്ക് നമ്മൾ ടീമിന് ഡിവൈഡ് ചെയ്തിട്ടുള്ള വെരി ഇൻട്രസ്റ്റിംഗ്. സോ വി ഹാവ് വൺ സൈഡ് കോൾഡ് ദ ബ്രെയിൻ ടീം and the other is the heart team. So that is like technical, like artistic side. So these guys ഞങ്ങളൊരു ബന്ധല്ല. എന്റെ 9 people, just one of them were here. ബാക്കി 8 of us were on this side, on the technical remote side. Yes, 8 of us were remote. Okay, I was in Germany, some other guys in GCC, some of all of the others were in like Kerala, India. Okay, and now the next step was like the website side ഉണ്ട്.
just basics touch ചെയ്തിട്ട് at this point my brother made me the lead of this technical team. Okay, ഈ technical team the lead ഞാനാകുമ്പോഴും I was still getting paid. I wasn't getting paid, but all of them who were under me was getting paid. Yes. And then ഇത് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തു, okay, at this side I was like, okay, I have learned everything I can, I know everything I can. ഇനി ഇതിന് പുറമെ ഞാൻ അതിന് നിൽക്കുന്ന അർത്ഥമല്ല നമുക്ക് തോന്നി. So I went to this side, I learned something hard side. Yeah. അവിടെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. I didn't really learn how to design. You're still growing. Yes, so you're a growth specialist. I'm a growth specialist, exactly. So very interesting thing, right? So I heard this quote, like, if you are not growing, you're dying. You're dying. Exactly. Very easy, right? Exactly. So I was like, ഇതാണ് എന്റെ പെർസ്പെക്റ്റീവില് very basic principle. If you want to grow, you must do something. You cannot stay stuck. If you're staying stuck, you're dying. Yeah. Changes നമ്മൾ adapt ചെയ്യണം, അതിനകത്ത് grow ചെയ്യണം. And ഞാൻ പറഞ്ഞില്ലേ, like എന്റെ ഒരു plan first മുതലേ ഒരു entrepreneur ആവുന്നുള്ളതാണ്. So for me, it doesn't make sense to be the best in ads, to be the best in SEO. അതിന് എന്റെ പെർസ്പെക്റ്റീവിൽ അതൊരു അർത്ഥമല്ല. Because even if I'm at the best of it, at some point I have to be an entrepreneur. So and one of those things like startup education, a lot of people fail in startups, right? Why do startups and a lot of startups and restaurants always fail? Yes. Almost 70-80% restaurants till now there kore ipo ഒരു മിനിറ്റിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഒരു 10-15 ബിസിനസ് റൺ പുതിയ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അതേപോലെ കൊളാപ്സ് ചെയ്യുന്നുണ്ട്. And 80% restaurants are, you know why? Because most chefs, okay, chefs, they love food. And they go ahead and start a restaurant because they say, I know food, I know how to cook, I love food, I can do it. But no, ഒരു ബിസിനസ് എടുക്കണമെങ്കിൽ, as Luke Barber said, there are 8 major principles. Okay, sales, marketing, financing, accounting, human resource management, product management, and there's like 2 more. Okay. Yes, so ഈ 8 basics ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ he cannot be a really good entrepreneur, right? So Tron for me was a stepping stone to learn all these 8 things. ഞാൻ അത് end of the day ആ ഒരു long term visionൽ എന്നെ ചെയ്തിട്ടില്ല. Like most people go with the flow, but I say create your own flow. Because you must have an end vision if you want to create the flow. ഇല്ലാന്നുണ്ടെങ്കിൽ end vision ആണ് ഇങ്ങനെ നമുക്ക് വെറുതെ it's kind of എന്താ പറയാ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത കപ്പൽ കയറുന്ന. You might enjoy it, you might get benefit from it, but what's your goal? അതറിയില്ല അപ്പൊ കാണാം. It doesn't make sense. It never makes sense. You must have a vision and you must have a plan. ഇത്രേ ഉള്ളൂ. ഈ ഒരു പ്ലാൻ തന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. So if you ask me, am I the best in ads? I would say I'm really good at it, but I wouldn't say I'm the best. You are not competing with anyone. No, right? no. I'm just competing with myself. With myself. Yes. Okay. Just improve, grow every day. Simple, right? Each day, every single day. At the end of the day, just sit in your room and be like, okay, did I grow? Did I do something which made me better than yesterday? If that's true, that's success. Okay. So when people ask me what's success, success is subjective. For everyone, it's different. Everyone's successful meaning is totally different. For me, it's very simple. Am I better than I was yesterday? If I was, I'm success. Okay. Yes, അത്രേ ഉള്ളൂ. അതിന് പുറമെ ഒന്നുമില്ല. And then people ask me, okay, what's failure? I don't believe in failure. Still ഞാനും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിർത്തിയാൽ അത് ഫെയിലിയർ ആവുള്ളൂ. അതെ, നിർത്തി പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം it's not a failure. Very good. Like ഇതിന് പറഞ്ഞപ്പോൾ കറക്റ്റ് കിട്ടിയ എക്സാമ്പിൾ ഉണ്ട്. Let's take an employee, okay? അയാൾ ഒരു കമ്പനിയിൽ 5 വർഷം വർക്ക് ചെയ്തു. 5th year ആൾക്ക് പ്രൊമോഷൻ കിട്ടി സെയിം കമ്പനിയിൽ. Does that mean the 4 years was a failure? No. ആൾക്ക് പ്രൊമോഷൻ കിട്ടില്ലല്ലോ. It's kind of a process, right? ഒരു just take an example. Sorry to interrupt you. ഒരു 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ഒരിക്കലും 10th എത്തില്ല. So it's kind of a process. നമുക്ക് ഏത് പോയിന്റ് ആണ് somehow it will reap you off. Exactly. Yes. So this 4 years was like a stepping stone. നമുക്ക് അത്ലീറ്റിനെ എടുത്ത് നോക്കാം. For example, മെസ്സിനെ എടുക്കും. 3 വേൾഡ് കപ്പ് ആൾ തോറ്റു. Was that a failure? അറിഞ്ഞിട്ടില്ല. അതുവരെ ആൾക്കാർ പറഞ്ഞാ മെസ്സി was a failure. 4th ആൾ വേൾഡ് കപ്പ് എടുത്തപ്പോ എന്താ? That was like a stepping stone. അതൊരു ജേർണി ആയിരുന്നു. Incredible journey. Like ഇതാണ് ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്. Until they see the public victory, they will always say bad about the private victories. Yes. So Iman Gadzhi has a watch on his right hand. Yeah, you know the story? Yeah, I know. I'm following the Iman Gadzhi ഒക്കെ പണ്ട് ഞാൻ ഒരു 1 year back follow ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. Growth സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ Iman Gadzhi ഞാൻ So he has a very interesting thing. Like he has a watch, and under his watch there's a tattoo പോലെ. And his tattoo says private victories. And you know why? He says for every public victory, which is his watch is like 500,000 something. Okay, so everyone watches the watch and says, oh, 500,000 watch, he's really successful. Adantho karyam cheyidu. But no one sees the private victories. Every day when you grow, you're growing a little by little, like ചെറിയ രീതിയിൽ. But പക്ഷേ just zoom out that. Exactly. ആ ഗ്രാഫ് എക്സാക്ട്ലി നല്ല മുകളിലേക്ക് പോകുന്നു. ഈ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, that's private victories. Every day when you grow a little, you are growing. And
there was like another theory, like everything is actually internal, right? So ഒരു major task accomplish ചെയ്ത ശേഷം you're really feeling happy, right? ഉള്ളിലൊരു happiness ഉണ്ടാവില്ലേ? That's actually an internal process. When comes for inspiration something. Exactly. അപ്പോൾ ഒരു small victory ഉണ്ടെങ്കിൽ ആ same mindset എന്തുകൊണ്ട് നമുക്ക് കിട്ടില്ല? എന്തുകൊണ്ട് നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യുന്നില്ല? നമ്മൾ പക്ഷെ ഒരു ഫെയിലിയർ ആണെങ്കിലും നമ്മൾ അത് ഭയങ്കര സംഭവിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ചെറിയ സക്സസ് നമ്മൾ അത്രയും ഇതിലേക്ക് കാണാത്തത്? അതാ ശരിക്കും നമ്മളുടെ ഓരോ സക്സസും ഓരോ ബെറ്റർ പെർഫോമൻസും ഷുഡ് ബി enjoyed and ഈ പറഞ്ഞ പോലെ appreciate ചെയ്യണം. Every small private victory, it should be appreciated. Another story, right? So this is an incredible story I recently heard. So there was a student. For the privacy of sake, the person didn't tell his name or age. But what I understood, 10 പോലും complete ചെയ്തില്ല. 10th complete ചെയ്ത student. Okay. So every day he's waking up at like 2 മണി 3 മണി സ്കൂളിൽ പോകാൻ മടി, ഭയങ്കര ടാസ്ക്. പാരന്റ്സ് മടുത്ത് അവസാനം സുലൈമാനശ്ശേരി എന്ന് പറഞ്ഞ ഉസ്താദിനെ അടുത്ത് കൊണ്ടാക്കി. ഉസ്താദിന്റെ അടുത്ത് കൗൺസിലിങ്ങിന്. ആൻഡ് ഹീസ് വെരി പോപ്പുലർ സുലൈമാനശ്ശേരി ഇവിടെ അത്യാവശ്യം കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയിരുത്തിയിട്ട് ഫസ്റ്റ് സെഷൻ രക്ഷല, സെക്കൻഡ് രക്ഷല, തേർഡ് സെഷൻ കഴിഞ്ഞിട്ട് ഉസ്താദ് പാരന്റ്സ് വിളിച്ച് പറഞ്ഞറിയോ, your child is making actual money more than his father does. Okay, how? അവൻ എന്തുകൊണ്ട് രാത്രി ഉറങ്ങാത്ത? Because he's actually working for an American company. Okay, time വ്യത്യാസം, ആ ടൈം സോൺ ഡിഫറൻസ്. Exactly. So രാത്രി ഇവന് ഇരുന്ന് വർക്ക് ചെയ്യും. So the company, I think it must be something related to software. So അതുകൊണ്ട് ഫിക്സഡ് ടൈമിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് he's working at nights and he's always preparing himself, meeting ഒക്കെ ഇരിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. And you know what? I was like, okay, why didn't he tell his parents it, right? And the interesting thing is, അവൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ചെറിയ പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് മോഡലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു സ്റ്റൈപ്പൻഡ് രീതിയിൽ. പിന്നെയാണ് അവർക്ക് സാലറി മോഡോട്ട് മാറുന്നത്, അത് $US. സോ ഇഫ് ഹി വെന്റ് ടു ഹിസ് പാരന്റ്സ് ആൻഡ് സെഡ്, ഓക്കെ എനിക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ചെറിയ സ്റ്റൈപ്പൻഡ് ഉള്ളൂ, ചെയ്യട്ടെ. പാരന്റ്സ് പറയാം, 10 പോലും കംപ്ലീറ്റ്, നീ ഇപ്പൊ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യും, ഇപ്പൊ വർക്ക് ചെയ്യണം, അങ്ങനെ പറയൂ. പക്ഷെ he saw that as a private victory. He kept it as a private victory. He went behind it. And fast forward 6 or 1 year, what happened? He had a huge public victory which he can show to his own parents. See, these are the things, like this public victory aarkum kaanan pattum, imman guys watch aar kaanan pattum, but no one can actually see the private victories. And that's really important. Nammal alla stepping stone, we must enjoy it, we must appreciate it, we must understand every day you're growing, right? So yeah, so talking about growth specialist, right? Growth specialist, that's the same principle I have. Sales out, business out, mentally out, physically out. Physically, if you go to the gym, every day you're growing a little by little. Yes. ഞാനവിടെ കേട്ടിട്ടുണ്ട്, physical win, mental win and spiritual win something. Exactly. It's a essential one for a good human life or something. Exactly. So, your business is focusing. If I want to grow my business, first of all, I must grow. If I must grow, nothing flows out of an empty cup. Exactly, right? Exactly, true. Very true. You have to fill yourself. ഞാനത് ഫിൽ ചെയ്താലാണ് എനിക്ക് ബാക്കിയുള്ളവരെ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ റൈറ്റ് പാത്ത് ഫോക്കസ് ആയിട്ട് രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ I must be doing something physically and also be growing mentally, so that I can grow my business, which is Tron. And if Tron must grow, Tron must have sales. വേറെ എന്ത് തന്നെ ഉണ്ടായിക്കോട്ടെ, കറങ്ങി തിരിഞ്ഞ ഡോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത് പേഴ്സണൽ. So that's why I am a growth specialist. Okay. So I am a specialist at growth. So you are all over എല്ലാത്തിലും സ്പെഷ്യലിസ്റ്റ് ആണ്. Okay, great. So if you really ask me, എനിക്ക് എല്ലാത്തിനും ബേസിക്സ് അറിയാം. I know everything. Like I know how to lead a team. I know everything. Like very interesting story. So there's like Elon Musk, Mark Zuckerberg. All these people are in the most smartest people or the like most intelligent people in their company. But they are the head and the CEO. You know why? Very important thing called storytelling. Exactly. Sorry to interrupt you that. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്, ഡു എപ്പിക്ഷിറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അൻകുർ വാരിക്കോ എഴുതിയൊരു ബുക്കാണ്. അതിൽ ക്ലിയർ ആയതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ലിൽ ഒന്നാണ് ഹ്യൂമർ, പിന്നെ വരുന്നത് സ്റ്റോറി ടെല്ലിംഗ്. അതിന് അത്രയും പ്രാധാന്യം ഉണ്ട് നമ്മുടെ ലൈഫിലൊക്കെ. കാരണം വെച്ചാല് സിമ്പിൾ തിങ്, ഇപ്പൊ ഇലോൺ മസ്ക് പറയുന്ന അല്ലെങ്കിൽ മാർക്ക് സുക്കർബർഗ്, ഇവരെന്താ ചെയ്യുന്നുണ്ടാവും, ഇവർ ജസ്റ്റ് ഓഫീസിൽ പോയിരിക്കും, ദേ ഗെറ്റ് എ ലോട്ട് ഓഫ് ഡേറ്റ, കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. They receive all the data from the subordinates and they do something brilliant over here. They analyze the data, they understand it, and then they create a brilliant story and have a brilliant story like telling method. And a story which alkar paranta avare inspire edittu he is making sure they come into his vision. Like very important quote, the best argument in the whole world cannot change a single person's mind. Only a great story can. നമ്മളൊരു ആർഗ്യുമെന്റിൽ പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എനർജി സംസാരിച്ചെത്തുന്നത് രീതിയിലായിരിക്കും. അയാളിപ്പോ ഇപ്പൊ ഞാൻ എത്ര നല്ല ആർഗ്യുമെന്റ് പറഞ്ഞു തരിച്ചു, ആ ഹീറ്റ് ടോപ്പിൽ യു മൈറ്റ് like accept that and agree with that. പക്ഷെ ആ ഹീറ്റഡ് മൊമെന്റിൽ
പല ഈ നെഗറ്റീവ് എനർജിയിലൊപ്പം വരുന്ന ഈഗോ പല കാര്യങ്ങൾ വിൽ നോട്ട് അലൗ യു ടു അക്സെപ്റ്റ് വിത്ത് മീ, റൈറ്റ്? അതുകൊണ്ടാണ് സ്റ്റോറി ടെല്ലിംഗ്, ആ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് വെച്ച് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ട് എന്റെ വിഷനിലേക്ക് ആൾക്കാർ എത്തിക്കുന്നതാണ് ആസ് എ ഗ്രോത്ത് വിഷൻ ഒരു സിഇഒയുടെ മെയിൻ റോൾ, റൈറ്റ്? സോ ദിസ് ഇസ് വൈ ഗ്രോത്ത് ലൈക്ക് വെരി ഇമ്പോർട്ടന്റ്. ഈ സ്റ്റോറി വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്. വെറുതെ കണ്ണടച്ച് മനപ്പാടം പഠിക്കുന്ന സ്റ്റോറി നമ്മള് അതിനിപ്പോ ഞാൻ ആക്ച്വലി എന്റെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ലൈഫ് ഹാക്ക് ഉണ്ട്. സോ വെനെവർ ഐ ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ് സേ ഐ സേ ഓ ഏതൊരു കിടിലാണ് ആൾ പേരം പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞു. ബട്ട് അതാ നമ്മളാളെ മറന്നാലും ആ കോൺസെപ്റ്റ് ഇതാളെ നിർമ്മിച്ച ആളെ പേര് ബട്ട് അതാ സ്റ്റോറി ടെല്ലിംഗിന് പവർ. ആക്ച്വലി ആ സംഭവല്ലേ അത് ഞാൻ ഒറിജിനലി തിങ്ക് ചെയ്ത കാര്യമാണ്. പക്ഷെ ഞാൻ അത് എന്റെ ഫ്രണ്ടിനോട് പറയുന്നത് ഹി വിൽ നോട്ട് അക്സെപ്റ്റ്. കാരണം എന്താ ഞാനല്ലേ പറയുന്നത്, ഞാനാരാ? കാരണം നമ്മൾ ഒരു ഏജ് ഒരുമിച്ച് വളർന്നതാണ്, അപ്പൊ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഏതോ ഒരു വലിയ ആള് ഹീസ് എ ഫിക്ഷണൽ ഗൈ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് പവർ. യെസ്. സോ നമ്മൾ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് സ്റ്റോറി ടെല്ലിംഗിലാണ് നിന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ട്രോൺ. ട്രോൺ ആണ് നമ്മളുടെ മെയിൻ ടോപ്പിക്. സോ ട്രോൺ എന്ന് പറയുന്ന ഞാൻ ചോദിച്ചു വൈ യു ചൂസ് മലപ്പുറം, sorry, why you choose Kerala, then why you choose ചാവക്കാട്? കേരളത്തിൽ ഇത് കൊച്ചി ഉണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അടിച്ചു കയറി നല്ല ഹൈപ്പും നല്ല ഗ്രോത്ത് ഉള്ള സിറ്റിയാണ് കൊച്ചി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവിടെ തിരുവനന്തപുരം ഉണ്ട്, പിന്നെ കുറെ കോഴിക്കോട് ഉണ്ട്, കഴിഞ്ഞാൽ ഗ്രോത്ത് വരുന്നത്. Then why choose ചാവക്കാട്? ലൈക്ക് ഇതിലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ കൊണ്ടാണോ ചാവക്കാട് ചൂസ് ചെയ്യുക, അതോ ബിസിനസിന്റെ പർപ്പസ് ആണോ? സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, the most hardest thing ഞാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടു കീപ് മൈ പേഴ്സണൽ ലൈഫ് ആൻഡ് ബിസിനസ് ലൈഫ് അവേ. എക്സാക്ട്ലി, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ഇറ്റ്സ് വെരി ഹാർഡ്. കാരണം നമ്മൾ ഇവിടുത്തെ മൂഡ് ഇവിടെ എന്തായാലും എഫക്ട് ആവും, ആൻഡ് അതിനാൽ നടക്കുന്നത് ഇറ്റ്സ് റിയലി ഹാർഡ്. ബട്ട് ഐ ട്രൈ ദാറ്റ് എവറി ഡേ, you know why? Because I don't want to mix my emotional life and business life and make decision based on that. Every decision I take, I must take from a neutrality, right? So choosing Chowkat was never about emotion. It was never about emotion. Obviously our first choice was Abu Dhabi, like namma company Abu Dhabi ലായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അബു ധാബിയിൽ ആയതുകൊണ്ട് തന്നെ. ബട്ട് ലൈക്ക് ഇഫ് യു കുറച്ച് പിന്നിലോട്ട് വേണം മറ്റേ സ്റ്റോറിലോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളെ ഇന്റേൺസ് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഈ റെഫറലായിട്ട് കയറ്റി എല്ലാവരും കമ്പനി വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഫ്രഷർ ആയിട്ടുള്ള സ്റ്റുഡൻസ്, അത്യാവശ്യം നല്ല കാലിബർ ഉള്ള സ്റ്റുഡൻസ്, ഓക്കെ, ഇവർക്ക് ആക്ച്വൽ തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, കുറച്ച് തിയറിറ്റിക്കൽ നോളജസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കമ്പനി ഇവരെ എടുത്ത് നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പ്രാക്ടിക്കലൈസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. And after some time they might get placed in a company or they go to other company and get placed really well positioned. നമ്മൾ ഒരു 4-5 people നമ്മൾ ഇന്റേൺസ് ജോയിൻ ചെയ്ത വെരി ഗുഡ് പൊസിഷനിൽ വെരി ഗുഡ് കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. So we were like, okay, we are already in that industry. We didn't want to be in that industry. നമ്മൾ actual digital marketing agency, technology agency ആയിരുന്നു. But at the same time we had to do this. ആൾക്കാർ ട്രെയിൻ ചെയ്യുക, ആൾക്കാർ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ട് ഇത് ചെയ്യിപ്പിക്കാം. Then we realized, okay, ഈ സിറ്റുവേഷൻ നമ്മൾ മാത്രമല്ല ഫേസ് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഇത് ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതായത് വലിയ കമ്പനീസ് വരെ ഇന്റേൺഷിപ്പിൽ ആൾക്കാർ ഹയർ ചെയ്യുന്നുണ്ട്, അവർക്ക് കുറെ ടൈം വേസ്റ്റ് ആവും. ലൈക്ക് വാട്ട് ഇസ് മണി? Money is equal to time plus energy. Time plus energy ആണ് money. So if you're wasting your time and energy, you're also wasting your money. And ഈ കമ്പനീസ് ആണെങ്കിലോ ഇവർക്ക് സാലറി ആയിട്ട് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് ഇന്റേൺഷിപ്പിന്. But they are wasting time, money and energy. So at this point we were like, okay, നമ്മൾ അറിയാണ്ട് ഈ ഇൻഡസ്ട്രിയിലോട്ട് വിട്ടു. So why not monetize on this? Why not make action money of this? So at this point നമ്മൾ എന്താ ചെയ്തത്, we were like, okay, let's start in Abu Dhabi. So Abu Dhabi തുടങ്ങുന്ന there was like lot of law issues, like heavy investment and also lot of laws like lift compulsory, many things. I don't really remember. But like Dubai is also really competitive and we are based in Abu Dhabi, so we didn't really want to go in all that effort for that. So primary focus again became in India. And Rushil was already like employee of ours. So Rushil was really interested. He was ready to invest. And he bought in Muzamil. And we were like, okay, why not Chowkat? Because you know why? There's like 20 schools in like almost 6 kilometer radius. 20 school. Let me write Chowkat. 20 school. Yes. Okay. So appo ningal പഠിപ്പിക്കുന്നത് ഈ 10 അല്ലെങ്കിൽ +1 കുട്ടികളൊക്കെയാണോ? Very interesting question. So I love that question, right? So when I say നമ്മൾ അടുത്ത് കുറെ colleges ഉണ്ട് ട്ടോ. There are a lot of colleges over here. Okay. But why did I say school? Right? So what's the problem? So whenever I analyze any question, how I like any task or information നാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ I follow this simple principle. 5 wives and husband. Okay? 5 wives are who, where, when, what, why and how. ഈ ഒരു ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
That's the simple thing here. So, what's the problem over here? Somehow, there's a matrix, okay? I am a strong believer in matrix. Hot topic. Yes. So, matrix. Yes. I still believe that. Okay. Cool. We are all controlled by some elite people, right? Yeah. So, പണ്ടാരോ ചെയ്തത് പോലെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ജനിക്കുന്നു 4ാം ക്ലാസ് 6ാം ക്ലാസ് 10ാം ക്ലാസ് ടേക്കിംഗ് എ സയൻസ് ബാച്ച് കോമേഴ്സ് ബാച്ച് ദെൻ ഇങ്ങനെ പോകുന്നു എന്നിട്ട് പണിക്ക് പോകുന്നു അല്ല ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് പഠിച്ച കാര്യമല്ല അവര് ചെയ്യുന്നത്. എന്തിനോ വേണ്ടി തിളക്കുന്ന എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അവര് കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരും. പിന്നെ എന്തിനു വേണ്ടിട്ട് അവരെ ഇൻസുലസ് ആയിട്ട് അങ്ങനെ പോയി. സോ my time in Germany was like really eye-opening for me. So ഞാൻ ജർമ്മനിയുടെ ടൈമിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ the matrix is really strong there. Like up to the mark. അതായത് if like matrix was an art, Berlin would be the Picasso of it. Berlin is the capital of the matrix. Like in every way. I can tell you dark stories that you will not believe. Black Rock ഒക്കെ located in like our starting stories ഒക്കെ അവിടുന്ന്. So the story goes like Crusaders ഉണ്ടല്ലോ, like Middle East time Crusaders ജെറുസലേം സ്പ്ലിറ്റ് ആയി പോയപ്പോ ഒരു ടീം പോയിട്ട് നോർത്തേൺ അയർലൻഡിലും ഒരു ടീം ജർമ്മനിയിലും പോയി. അവിടെ പോയിട്ട് 2 ടീം ഉണ്ടാക്കി. I forgot the name they created in Northern Ireland. It was also really powerful. ജർമ്മനി ഉണ്ടാക്കിയതാണ് known as Illuminati. So it's all the same thing. So like let's not get into that. Number topic. Yes. So Berlin was really eye-opening for me. So one thing I understand is like the matrix is really strong there. പക്ഷേ in that scenario I realized like for a set of people I don't really agree with, but for them the matrix helps. അവർ അത്ര ambition ഒന്നുമില്ല. അവർക്ക് they just want to live every day as their last day as happy as they can. I don't believe in happiness. Okay, I really don't believe in happiness, but I respect that they believe. Okay, അത് എന്നിട്ട് നമ്മളെ അയാൾക്ക് എല്ലാ ഡേ ഹാപ്പി ആയിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന അതാണ് പ്രയത്നങ്ങൾ. ഓക്കെ, അതൊന്നും ജീവിക്കട്ടെ. പക്ഷെ അങ്ങനെ ജീവിക്കണമെങ്കിൽ മാട്രിക്സ് ഇസ് റിയലി ഹെൽപ്ഫുൾ ഫോർ ഹിം. ബട്ട് നമ്മളെ പോലെ ഫ്യൂച്ചർ ഓറിയന്റഡ് നമുക്ക് കുറെ ഗ്രോ ചെയ്യണം. പിന്നെ നമ്മളെ നോംസ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പാരന്റ്സ് ടേക്ക് കെയർ ചെയ്യണം, നമ്മുടെ ഫാമിലി ടേക്ക് കെയർ ചെയ്യണം. ലൈക്ക് ഫോർ എ മാൻ വാട്ട് ഇസ് ഹാപ്പിനെസ്? വൈ ഡസ് എ മാൻ നീഡ് മണി? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു 1 year I was like for 1.5 years I had been work for money. Why? Because even if I get paid, why would I need money to make the people I really care about happy? Like എന്നെ ഡിപ്പെൻഡ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെ ടേക്ക് കെയർ ആണ് എനിക്ക് ആവശ്യം, മണി ആവശ്യമാണ്. Now working for my brother's company, even if I don't get money, my family is taken care of by my brother who's making money because I work here, and my friends are also in the same getting paid. So for me money was not a part of the equation, because എനിക്ക് പൈസ ഉണ്ടെങ്കിലും നടക്കുന്ന സെയിം കാര്യങ്ങൾ was happening even without like getting money, right? So matrix are like Berlin പോയെങ്കിൽ they were getting money for their own basic needs, കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. But if you come to India, the problem is we are trying to be like them, trying to follow the system, trying to follow matrix, but we don't have the path, right? So കുട്ടികൾ എന്ത് ചെയ്യുന്നു? കോളേജ് പോകുന്നു. കോളേജിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രേക്ക് വരെ, ഒരു ഗ്യാപ്പ്, അതായത് കുട്ടികൾ കോളേജിലോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് ജോലിക്ക് പോകണം. അതിന്റെ ഇടയിൽ കോളേജ് കഴിഞ്ഞു വാട്ട് നെക്സ്റ്റ് ഒരു ബ്രേക്ക്. പാരന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാധനത്തില് അവരും ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റെക്ക്. അതെ, കാരണം ഈ ഒരു പോയിന്റ് പ്രത്യേകത ഇവിടെ കുട്ടികൾ മാത്രമല്ല ഇവിടെ സ്റ്റെക്ക് ആവുന്നത്, കാരണം പാരന്റ്സിന്റെ ലാസ്റ്റ് ഹോപ്പ് ആവും മക്കൾ. നാട്ടിലൊക്കെ നമ്മുടെ പാരന്റ്സിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മക്കളാണ്. അതാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു അവസ്ഥ. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കോളേജിലൊക്കെ പഠിപ്പിച്ച് എന്നിട്ട് അവർക്ക് ജോലിക്ക് കിട്ടുന്നില്ല. വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിൽ അങ്ങനെ പ്രശ്നം വരുന്നില്ല. സ്റ്റാർട്ടിംഗ് ജോബിൽ അത്യാവശ്യം പേയ്മെന്റ് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ഒരു ഗ്യാപ്പ് ഇല്ല. ആക്ച്വലി മെയിൻ ആയിട്ട് ഗ്യാപ്പ് വരുന്നത് നമ്മളെ സൊസൈറ്റിയിലാണ്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ദിസ് ഇസ് ദ തിങ് ഐ ഹാവ് ടു സോൾവ് ഫസ്റ്റ്, റൈറ്റ്? ഈ ഒരു ഗ്യാപ്പാണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത് പറയുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ്. അതെ, പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ. Why? Because everyone is desperate over here. Parents are desperate and students are desperate. What next in the question is stuck. In this position, we have the perfect solution. Why? Because what is Chowkar? Why is Chowkar? Why is Chowkar? Chowkar is known as the mini golf. Mini golf means the fund all comes from. അതെ, ചാവക്കാടിൽ ഇപ്പോൾ കാണുന്ന ഒരു 80% കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, ഫണ്ട് ആവട്ടെ, എല്ലാവരും ഇറ്റ്സ് NRI. NRI's ഫണ്ടിങ് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% ഫാമിലി ഇവിടെ പട്ടിണിയാവും.
അതാണ് ചാവക്കാട് പ്രത്യേകത. ആൻഡ് ചാവക്കാട് ഇസ് റിയലി ലൊക്കേറ്റഡ് ലൈക്ക് ഇൻ എ ഗുഡ് പൊസിഷൻ. ലൈക്ക് കേരളത്തിന് തന്നെ വൺ ഓഫ് ദ സെന്റർ പോയിന്റാണ് തൃശ്ശൂരിന്റെ സെന്റർ പോയിന്റാണ് ചാവക്കാട് വരുന്നത്. സോ വി ഹാവ് റിയലി ഗുഡ് നെറ്റ്വർക്ക് എല്ലായിടത്തും. അതുപോലെ തന്നെ അടുത്ത് കുറെ സ്ഥലങ്ങൾ പായൂർ, ഗുരുവായൂർ, കുന്നംകുളം, എവറിത്തിങ് ഇസ് ലൈക്ക് ഇൻ ഓൺ വേ ഇറ്റ്സ് യൂണിക്. സോ ഈ ഒരു പോയിന്റിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്, ലോട്ട് ഓഫ് പോപ്പുലേഷൻ, ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ. സോ ഈ ഒരു ആസ്പെക്ടോട് തിരിച്ച് പോയിന്റിലോട്ട് വരികയെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഫിൽ ചെയ്യാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം വാട്ട്സ് ട്രോൺ അക്കാഡമി, റൈറ്റ്? ട്രോൺ അക്കാഡമി ട്രോൺ ഡിജിറ്റലായിട്ട് പാർട്ണർഷിപ്പ് കാരണം കുട്ടികളെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്നത് 90% പ്രാക്ടിക്കലായിട്ട്. ആൻഡ് ദേ ആർ ലേണിംഗ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ റിയൽ GCC പ്രൊജക്ട്. അത് ചെയ്ത് പഠിക്കുക. ഞാനും ഋഷാനും ചെയ്ത് പഠിച്ച പോലെ ആക്ച്വൽ ക്ലയന്റ് ആക്ച്വൽ മണി വെച്ചിട്ട് അവർ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അത് GCC ഇല്ല. അപ്പൊ അവർക്ക് കോഴ്സ് കഴിഞ്ഞാൽ GCCയിൽ വർക്ക് ചെയ്ത്, അതായത് UAE വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, സോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സ് മാത്രമല്ല, ജോബ് ഗ്യാരണ്ടി ഓർ വാറന്റി സംതിങ്. യെസ്, ഗ്യാരണ്ടി. ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്, ഞാനും എന്തോ കോഴ്സിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോ സപ്പോർട്ട്, പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഗ്യാരണ്ടി ആണ് കൊടുക്കുന്നത്. യെസ്, സോ ഫോർ 2 കോഴ്സസ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യും. അത് ലൈഫ് സെറ്റ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് ആവും. അത് ഇവിടെയുള്ള പ്രശ്നമല്ലേ, അമ്മാമാര് ചോദിക്കുന്ന ചോദ്യം എന്താണ് ലൈഫിന്റെ ലൈഫ് സെറ്റ്. അപ്പൊ ലൈഫ് സെറ്റ് ആക്കി തരാം. പ്ലേസ്മെന്റ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത് 2 കോഴ്സസ് ഓൺലി സപ്പോർട്ട് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഓക്കെ, ഈ 2 കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെ വരുന്നത്? 1 കോഴ്സ് is like 6 months long, 1 course is like 5 months long. അത് 6 months കോഡിംഗ്, 5 months ഡിജിറ്റൽ മാർക്കറ്റിംഗ്. യെസ്. സോ നമ്മളിപ്പോ ഇതിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോൾ ലൈക്ക് UAE വർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആൻഡ് ചാവക്കാട്ടേക്ക് UAE എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, GCC ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ആൻഡ് നമുക്കൊരു 75-80% നമുക്ക് GCC പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ എല്ലാം പറഞ്ഞു, നമ്മൾ UAE ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സെയിം പ്രോബ്ലം ആണ് മറ്റുള്ള പല കമ്പനീസ് UAE ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത്. ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, റൈറ്റ്? സോ I can get that bit later maybe. Okay. So we're going ahead. അങ്ങനെ നോക്കുമ്പോൾ we found that ഈ ഒരു സൊല്യൂഷൻ ക്ലോസ് ചെയ്യാൻ, ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ we had the perfect solution. And കുറച്ചും കൂടി ഞാൻ ഡീപ്പ് ആലോചിച്ചപ്പോൾ I was like, wait, ഞാൻ എന്തിനാ ഇവിടെ ആൾക്കാരെ രക്ഷിക്കുന്നത്? Why? Like the only way out is through മാട്രിക്സ് എന്ന് പുറത്ത് കിടക്കുക എങ്ങനെയുള്ളത്. You have to follow a leader to become a leader. You have to go through this process to get out from the matrix. ആൾക്കാർ നമ്മൾ കോളേജിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മാട്രിക്സിൽ കംപ്ലീറ്റ്ലി എൻ്റർ ആയി. ഇനി ഇതിന് എൻ്റർ ആയി. അത് ലൈക്ക് ഐ വുഡ് സേ സ്കൂളിൽ നമ്മൾ എൻ്റർ ആയി തുടങ്ങി. കോളേജിൽ പിന്നെ കംപ്ലീറ്റ്ലി നമ്മൾ എൻ്റർ ആയി. ഇനി അതിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ we have to go through it. So when I say this, like most of the people ask me, why am I still an employee? Why am I still an employee of Tron? Why? Because now എനിക്ക് മാട്രിക്സിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ I have to grow first. I have to become worthy of escaping the matrix. Like what makes me escape the matrix is my worth. If I have to be really worth, I believe like your net worth is your net worth. So I have to really have a new network. First thing. Second thing is like I have to have my own skills. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൺടർപ്രണർ ആകുമ്പോൾ അറിഞ്ഞിരിക്കുന്ന ഒരു 8 കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തറവായി പഠിച്ചാലാണ് you can really be a good entrepreneur. അല്ലെങ്കിൽ you can like predict your own failure. So ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ I was like, okay, I have to go through this. I have to go through the system. I have to understand how it works. എന്നാലാണ് എനിക്ക് ഇതിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇതിനെ എസ്കേപ്പ് ചെയ്താൽ എനിക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്ത് ബാക്കിയുള്ളവരെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സെയിം തിങ്. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഈ കുട്ടികളെ, അതായത് ഈ ഡിഗ്രിക്ക് ചേരുന്നതിന് മുമ്പ് എനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റില്ല? ഓക്കെ, +2 10 കഴിഞ്ഞ. സോ പറഞ്ഞു വരുന്നത് ഈ ആർക്ക് വേണമെങ്കിലും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാം, ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു കുട്ടികൾക്ക് ഒന്നും ആവശ്യമില്ല, നോ ഡിഗ്രി, നത്തിങ്. ഈ ഡിഗ്രി ഇല്ലെങ്കിൽ ജീവിതം വേസ്റ്റ് ആണെന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ള ഒരു വീഡിയോ കൂടെയാണത്. ഋഷിൽ ഇരിക്കുന്നത് ഋഷിന്റെ ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ പറയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഋഷിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? So yeah, very interesting story, right? Yeah, it will be for sure. Yes. So I still haven't completed my degree. I still haven't. You got a back paper or? ഞാൻ ആക്ച്വലി ബ്രേക്ക് എടുത്തു അതിന്റെ ഇടയിൽ കോളേജിൽ. ഞാൻ 1 year കംപ്ലീറ്റ് ചെയ്ത് 1 year കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്ത് നാട്ടിൽ വന്നു. ആ ബ്രേക്കിലാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. ആക്ച്വലി ബ്രേക്കിന് മുന്നേ ഞാൻ ഇതിൽ കയറി. സോ ഐ വാസ് ലൈക്ക് 1 year എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഞാൻ ഒരു 3-4 months ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തു ട്രോൺ ഡിജിറ്റലിൽ. അറ്റ് ദിസ് പോയിന്റ് ഐ ലേൺഡ് ഈ 1 year പഠിച്ചില്ലേ അതിലൊരു 100 ഇരട്ടി ഞാൻ പ്രാക്ടിക്കലായിട്ട് ഇവിടെ പഠിച്ചു. സോ ഐ വാസ് ലൈക്ക്, ഓക്കെ വെയിറ്റ്, I can always take my degree later. എനിക്ക് എത്ര വേണമെങ്കിലും കോഴ്സ്. അതെ, ശരിയാ. ആരും പറഞ്ഞിട്ടില്ല ഡിഗ്രി ഇന്ന ടൈമിൽ കഴിയണം, പഠിത്തത്ര ടൈം കഴിയാൻ പറ്റില്ല. ആൻഡ് ജർമ്മനിയിൽ വൺ ഓഫ് ദി ബിഗസ്റ്റ് ലൈക്ക് നമുക്ക് എത്ര ഡിഫർ ചെയ്യാം കോഴ്സ്, ഓൾമോസ്റ്റ് 10 years ഒക്കെ ഡിഫർ ചെയ്യാം. ഓക്കേ, യാ, സോ ഐ കൻ ഡിഫർ മൈ കോഴ്സ്. ആൻഡ് ഐ വാസ് ഡിഫർ ചെയ്തിട്ടാണ്. സോ ഐ വാസ് ലൈക്ക്, വെയിറ്റ്, പ്രാക്ടിക്കൽ നോളജ് എനിക്ക് ഇപ്പോഴേ കിട്ടുള്ളൂ. ഐ എം ഓൺലി യങ് നൗ. ഐ ആം ദി മോസ്റ്റ് യംഗസ്റ്റ് ടുഡേ, റൈറ്റ്? അപ്പൊ എനിക്ക് ഇപ്പോഴാണ് ഏറ്റവും റിസ്ക് എടുക്കാൻ പറ്റുക.
you can take more risk when you're more young, right? So number maximum risk come at time. So I was like, okay, let me take this risk, let me grow myself, and then I can take this later, right? But our journey lam poyapo, very interesting story. I once went for an interview in Abu Dhabi. Okay, so first I ഇവിടെ അടുത്തേക്ക് പോകുന്നത് എല്ലാം പോയിട്ട് പറയുന്നത് ഞാനൊരു സെയിൽസ് പിച്ച് ആയിട്ട് പോകുന്നത് ഇവർ അപ്രോച്ച് ചെയ്ത് എന്നെ ക്ലയന്റ് ആക്കി മാറ്റാൻ വേണ്ടി ഫസ്റ്റ് ടൈം പോകുന്നത് മീറ്റ് ചെയ്യാൻ. യെസ്, സോ ദീസ് വർ ലൈക്ക് അറബ് പീപ്പിൾ. അങ്ങനെ അവിടെ പോയി ഞാൻ മാക്സിമം കൺവിൻസ് ചെയ്ത് ഐ തോട്ട് ലൈക്ക് ദേ വാസ് സോൾഡ്. ഞാൻ വെച്ചാൽ ഇവർ കിട്ടിയത് ബിക്കോസ് ദേ സീം ദാറ്റ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, പിന്നെ ഇവർ എന്താണെന്ന് വെച്ചാൽ ദേ അപ്രോച്ച് മീ അഗൈൻ ബട്ട് ദിസ് ടൈം ദേ വാണ്ടഡ് മീ ലൈക്ക് ദേ വാണ്ടഡ് ടു ഹയർ മീ. So it's a kind of interview. Okay. Interview mari. Now our sales pitch poite now the interview aittu mari. Okay. So the thing is like these people are Arabs, really rich people. So they don't want outsourcing. It affects their pride. So everything they want it in house. കാരണം അവർക്ക് അത് ഓൺ ചെയ്യണം. അത് അവരുടെ pride. I respect that. സാധാരണ അവർ ഔട്ട്സോഴ്സ് ചെയ്യാ. അത് ചെയ്യില്ല. അറബ്സ് ചെയ്യുന്നില്ല. They don't rarely do that. Okay. Because they want to own everything. Like they don't want other people, like other company telling them what to do. It affects them. So അവർ ഇങ്ങനെയാണ് ചെയ്യാം. And you know what? I don't have a degree, right? But I have an insanely good portfolio. I have an insanely good CV, and I got offered 7,500 dirhams starting. 7,500 dirhams starting. Per month starting. And they were like, നീ ഇത് വൃത്തിക്ക് ചെയ്യെങ്കിൽ നിന്റെ ടൈം അടിയിൽ ഒരു ടീമിനെ ഇട്ട് തരാം, അവരെ ലീഡ് ചെയ്തോ, അപ്പം നിന്റെ പേയ്മെന്റ് പാക്കേജ് കൂട്ടാം. Because even before going for this, I knew I wouldn't choose it, but I still wanted experience. Like I want to know what my work was, and I പോയി. And this was like really eye-opening for me because I understand, like, and I was like researching about it. Even in US nowadays, you don't want a certificate like to go for an interview. Like even in the real world, think about it, right? ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ മസ്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയസ് ഒന്നാണ് ഡിഗ്രി ഉണ്ടാവുക, റൈറ്റ്? പക്ഷെ ആക്ച്വലി ഇന്റർവ്യൂവിന് കയറി കഴിഞ്ഞാൽ 10 ആൾക്കാരുണ്ടെങ്കിൽ 10 ആൾക്കാർ ഏത് ഡിഗ്രിക്ക് വാല്യൂ കൂടുതൽ ആരും നോക്കാൻ പോകുന്നില്ല. സ്കിൽ എന്താണ്, എങ്ങനെയാണ് ആ ഇന്റർവ്യൂ പെർഫോം ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ആളുടെ സ്കിൽ, ആളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ, എവിടെയൊക്കെ വർക്ക് ചെയ്ത്, ഏതൊക്കെ ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്ത്, ഇതാണ് അനലൈസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ലാണ്ട് ഏത് കോളേജ് പഠിച്ചാൽ ആരും നോക്കാൻ പോകുന്നില്ല. ശരിയാ, ഇന്നത്തെ ഈ കാലത്ത് ഇപ്പൊ കുറെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊന്നും ജോലി ഇല്ല, ജോലി ഉള്ളവർക്കൊന്നും സർട്ടിഫിക്കറ്റ് ഇല്ല. അതാണ് ആ രീതിയിൽ നോക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഓക്കെ, അങ്ങനെ അപ്പൊ ഐ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഞാനിപ്പോ ഒരു 10th ആണോ പ്ലസ് 2 ആണോ പോലെ അവർ എന്നോട് ചോദിച്ചില്ല. So it doesn't matter what my education qualification was because I had the skill required, I had the portfolio required. So I was like, okay, so the next step for us is to save people before they entering the matrix. Yes. And one of the things I really enjoy nowadays, things are changing, bro. Like a lot of inquiries we get are from students which completed their plus 2. Okay. And I'm really glad about that. But ഇവിടെ വരുന്ന ഒരു മേജർ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവിടെ പാരന്റ്സ് കുറച്ചും ഡിക്റ്റേറ്റ് ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പാരന്റ്സും ഡെസ്പെറേറ്റ് ആണ്, സ്റ്റുഡൻസും ഡെസ്പെറേറ്റ് ആണ്. But at this point only students are desperate. Because students know, parents don't. So it's really hard to convince parents, right? ശരിയാ, ഈ പറഞ്ഞ അന്ന് അവര് ജീവിച്ച ശൈലികളോ ഒന്നല്ല ഇന്നത്തെ കാലത്ത്. അവര് ഇങ്ങനെ പറയാ പൈസ ഉണ്ടാക്കാൻ പഠിച്ച രീതി ഇന്നത്തെ കാലത്ത് വർക്ക്ഔട്ട് ആവില്ല. You have to choose a change ആവണം. പക്ഷേ not everyone can accept change. അതാണ് നമ്മൾ നാട്ടിലെ പൊതുവെ പ്രശ്നം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നാണ് പീപ്പിൾ cannot accept change. They are used to the like comfort. Yeah, it's kind of എന്താ പറയാ ഒരു കംഫർട്ട് സോൺ. ഈ ബോയിൽ ചെയ്യുന്ന വെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തവള അപ്പൊ തന്നെ ചാടിപ്പോകും. നോർമൽ വെള്ളത്തിൽ ഇതിലിട്ട് നല്ല കംഫർട്ട് കൂട്ടി സേഫ്റ്റി എപ്പോ വേണമെങ്കിലും പോവാം. ഇപ്പൊ ഈ ജോലി എന്ന് പറഞ്ഞാൽ എപ്പോ വേണം തെറിക്കാം, അത് നമ്മൾ റെഡി ആയിരിക്കണം. വെരി ട്രൂ. അപ്പോൾ ഈ ഒരു പെർസ്പെക്ടീവ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഗ്യാപ്പിനാണ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ബ്രിഡ്ജ് ആവാൻ പറ്റും. വി ഹാവ് ദ പെർഫെക്റ്റ് സൊല്യൂഷൻ, വി ക്യാൻ ബി ദ പെർഫെക്റ്റ് ബ്രിഡ്ജ്. അറ്റ് ദിസ് പോയിന്റ് വി ക്യാൻ കൺഫ്യൂസ് ദ പാരന്റ്സ്. സോ ഇമാജിൻ ദിസ്, ഒരു പാരന്റിന് 3 മക്കളുണ്ട്. ഓക്കെ, 2 മക്കൾ ഡിഗ്രി കഴിഞ്ഞു. അങ്ങനെ 2 മക്കളെയും ഈ ബ്രിഡ്ജിൽ പാരന്റ് പെട്ടപ്പോൾ ട്രോൺ ആണ് രക്ഷിച്ചത്. 3ാമത്തെ പാരന്റ് വരുമ്പോൾ ദാറ്റ് പാരന്റ് വിൽ തിങ്ക് ഫോർ ഹിംസെൽഫ്. ഓക്കെ, വി വാണ്ട് പീപ്പിൾ ടു തിങ്ക് ഫോർ ദംസെൽഫ്. ബിക്കോസ് ഒരു സ്റ്റുഡന്റിനോട് പോയിട്ട്, ഒരു കുട്ടിനോട് പോയിട്ട്, ടീനേജറിനോട് പോയിട്ട്, പാരന്റ് പോയിട്ട് അവിടെ പോയി ചേരുന്ന പറഞ്ഞാൽ ഒബ്വിയസ്ലി കുട്ടി റിബൽ ചെയ്യും. അതെ, അതേപോലെ തന്നെ ഒരു കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു പാരന്റ്സിനോട് ഇങ്ങനെ കാട്ടിക്കൊണ്ടിരുന്നാലും പാരന്റ്സിന് അതൊരു കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ലൈക് തിങ്കിങ് ഫോർ യുവർ സെൽഫ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്, റൈറ്റ്? സോ നമ്മൾ ഈ പോയിന്റിൽ ആക്ച്വലി ഈ മൂത്ത രണ്ട് മക്കളെ നമുക്ക് ട്രോൺ അക്കാഡമി ബ്രിഡ്ജ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റുഡന്റ് പാരന്റ് എന്ന് ചിന്തിക്കും, എന്തിനാണ് ഞാൻ ഇവിടെ ഡിഗ്രിക്ക് നേരെ ഇവിടെ പറഞ്ഞാൽ പോരെ, ഇത് കെട്ടിക്കാര്യം നടക്കുമല്ലോ. So this is the solution we have. Like first we have to close this bridge. We have to convince both the parents and the students. Then we are going to attack here. Start here. Yes, because we can't right now start battle on 2 orphans.
They can only start on one front. Once the whole system is weak, they can go for this side. And ഇവിടെ പോയിട്ട് നമ്മൾ break ചെയ്യുമ്പോൾ, inshallah, what we are planning is like, we are not really planning for a lot of clients. Like if you look at it, like we have very limited seats. Like അത് ഞാൻ ചോദിക്കാൻ വരുള്ളൂ. ചാവക്കാട് ചൂസ് ചെയ്ത് ഞാൻ ചോദിച്ചു, കേരളം ചൂസ് ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടി. ബട്ട് എന്തുകൊണ്ടാണ് ചെറിയ ലിമിറ്റ്? 20-40 എത്ര സീറ്റ്? 20. Depends on the course. Some course 40, some course 20. Okay, so ഈ 20-40 അല്ലെങ്കിൽ സീറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? Yes, you can also ask this question. Is this kind of a quantity over quality or something? Okay, so real question. I don't really believe in like quality or quantity, because I have a very interesting story. So there was this guy who was a professor, and he had 2 batch, one morning batch, one night batch, evening batch. Okay, 2 batchനും ഇയാള് പോട്ടറി നടക്കുന്നത്, ലൈക് പോട്ടറി അങ്ങനെ. ഈ ഫസ്റ്റത്തെ ബാച്ചിനോട് പറയുന്നത് എന്താ വെച്ചാൽ, യു ഗോ യുവർ ഹോം ആൻഡ് ഈ സെമസ്റ്റർ കഴിയുമ്പോൾ ഒരൊറ്റ പോട്ട് കൊണ്ടുവരണം. അതായത് ഒരു 6 monthsനുള്ളിൽ ഒരൊറ്റ പോട്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരണം. മറ്റേ ബാച്ചിനോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ 6 monthsനുള്ളിൽ മാക്സിമം ഉണ്ടാക്കണം. സോ ഇവിടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ബാച്ച്? എല്ലാം കഴിഞ്ഞ് എല്ലാ സ്റ്റുഡൻസ് തിരിച്ചെത്തിയപ്പോൾ ദി സ്റ്റുഡൻസ് ഹു ക്രിയേറ്റഡ് ജസ്റ്റ് വൺ, അവരെക്കാട്ടും എത്രയോ ബെറ്റർ ആയിരുന്നു ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്തത്. സിംഗിൾ വൺ. You know why? Like you can have my interpretation for this story. My interpretation is very simple. When you are like just focusing on one, you're like, okay, ഇത് എങ്ങനെ improve ചെയ്യാം, ഇത് എങ്ങനെ improve ചെയ്യാം. You have limited area to explore, and you're just competing with others at this point. But if you're like focusing on quantity, you're like competing with yourself. നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ okay, ഇതിനേക്കാളും ബെറ്റർ ഫൈൻഡിങ് പെർഫെക്ഷൻ ഇൻ ഇംപെർഫെക്ഷൻ. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ ഇത് ഈ സാധനം ഏറ്റെടുപ്പ് ചെയ്യുന്നത് മറ്റേത് ഇത് നല്ലതാണ്, ഇത് രണ്ടൊന്നും മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്ത് പോകുമ്പോൾ അറ്റ് സം പോയിന്റ് യു വിൽ ബി റിയലി ഗുഡ് അറ്റ് ഇറ്റ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഐ റിയലി ബിലീവ് ഇൻ ലൈക്ക് even though I agree some point okay it matters like quality or quality. It depends on the ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്. സിറ്റുവേഷൻ മാറും. പക്ഷേ ഈ 20-40% ചൂസിങ് ആക്ച്വലി സം പീപ്പിൾ ഓൾസോ ആസ്ക് ലൈക്ക് എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ഓൺലൈൻ ചെയ്യുന്നില്ല? Because അതെ, നിങ്ങൾ ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. Right now we don't provide online course. Maybe in the future inshallah maybe definitely we will do it, but right now we don't, because you know നമ്മൾ ആക്ച്വലി കോഴ്സിന് ഈ പ്ലേസ്മെന്റ് ഒക്കെ ഗ്യാരണ്ടി ചെയ്യുമ്പോൾ as I said നമുക്ക് ഓൾറെഡി ടൈപ്സ് ഉണ്ട് ഒരു കമ്പനിയിൽ കുട്ടികളെ എടുക്കാൻ. സോ വാട്ട്സ് ഹാപ്പനിങ്, അവർക്ക് ഇതുപോലെ കുറെ ആൾക്കാരെ ഹയർ ചെയ്ത് അവർ പഠിപ്പിക്കേണ്ട അവസ്ഥ, പൈസ. ബട്ട് നൗ ദേ കൻ ട്രസ്റ്റ് us. Okay, it's kind of ഇവിടുന്ന് ഹ്യൂമൻ റിസോഴ്സ് നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ. Yes, now we have also entered that business. Another business, yes. So yeah, so we are just providing the human resource, right? So നമുക്കിപ്പോ ആ സിറ്റുവേഷൻ നോക്കുമ്പോൾ we have to also think about that business. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we have to provide the best. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് മാർക്കറ്റ് ഔട്ട് ആവും. So we have to do the best. So ഒരു 40-20 സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ we can give our maximum concentration, maximum focus on that, and we can make them align with our goal, and we can like grow them as much as we can. ഞാൻ മനസ്സിൽ 60-80 ആൾക്കാർ ഒരു ബാച്ചിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് എല്ലാവരും ശ്രദ്ധിച്ച് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. So that's why we always believe in limited seats. We will definitely expand. Like we are also already planning on Kochi, Kozhikode. Like once we do this, yeah. Okay, കോഴിക്കോടും കൊച്ചി ഒക്കെ വരുന്ന അപ്കമിംഗ് പ്ലാൻസ് ആണ്. എത്ര പ്ലാൻ ഉണ്ട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. Yeah. So the thing is like definitely like the long game, but the thing is like if we can conquer this market, we can go ahead and conquer everything, right? So you asked me like why Chavkar, right? We know this market better than anything else. Me, Rishan, my brother Muzammil, everyone grew up in this market. Okay, you came from Chavkar. We grew up in Chavkar, and our family have been here for centuries, right? Like everything like എനിക്ക് അറിയുന്ന ആൾക്കാരല്ല, like വലിയ അവരെ പറഞ്ഞു വരുന്ന എല്ലാ കഥയും ചാവക്കാടാണ്. So we have the like market here. We know the market, we know the people, we know everything. ഇപ്പൊ നമ്മളിപ്പോ ഒരു 2-3 റീൽ ഉണ്ടായിരുന്നു ചാവക്കാടിന്റെ ഫോക്കസ്. ചാവക്കാടിന്റെ റീൽ കണ്ടിട്ടാണ് നമ്മൾ സോ ചാവക്കാട് ഫോക്കസ് ചെയ്ത വീഡിയോയിൽ പ്രത്യേകത we showed like the most important parts of Chavkar, so that people will automatically connected it. ഇത് നമുക്ക് കോഴിക്കോട് ചെയ്യാൻ പറ്റില്ല, because we don't know what places is like emotionally connected with it. നമുക്ക് അറിയില്ല കോഴിക്കോട് എന്താണ്. We have to completely study that. ഇത് നമുക്ക് അറിയണ മാർക്കറ്റ്, ഇവിടെ നമുക്ക് എല്ലാം അറിയാം, and we have insane support over here. നമുക്ക് എല്ലാവരും അറിയാം, ഇവിടുത്തെ എല്ലാ ആൾക്കാരും somehow related to our family friends ആണ്. So it was really easy for us to do this, and once we conquer this market, we can go ahead and just copy paste anywhere on this. Okay, so there is interesting question in the mind ഉണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴുണ്ടായത് നമുക്ക് അറിയുന്ന മാർക്കറ്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അത് നമുക്ക് അറിയാത്ത മാർക്കറ്റിൽ പോയിട്ട് അത് പഠിച്ച് ബിസിനസ് ചെയ്യുന്നതാണോ ബെറ്റർ? Really good question. So
it completely depends on the product or service. Product or service. Yes. Okay. For us, it's education. Yeah, that's right. So education is general. We can go for any market. It's an essential one. It's like a need, not a want. Not a want. Right? Yeah, right. We have deep for example, production company, manufacturer. It makes sense to go to Tamil Nadu or something like Location, because transport maybe fuels production availability location. Even if we're talking about a software company, they don't even have to have an office. Like they can work from anywhere on the world. So yeah, that completely depends on this like product service. Yes. So yeah, coming back, yes. അതായത് നമ്മൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് പിള്ളേരെ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്തിട്ട് മാട്രിക്സിൽ നിന്ന് പുറത്താകണം. അതിനുവേണ്ടി നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ മോസ്റ്റ്ലി ലൈക്ക് മോർ ലൈക്ക് എന്താ പറയാ ഈ കോഴ്സിൽ അതായത് ട്രേഡ്, സ്റ്റോക്ക്, ക്രിപ്റ്റോ, അതുപോലെ തന്നെ ഇ കൊമേഴ്സ്, ഹൗ ടു ഡു ഡ്രോപ്പ് ഷിപ്പിംഗ്. ഈ കാലത്ത് ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഡ്രോപ്പ് ഷിപ്പിംഗോ സാസോ ഒന്നുമില്ല. Bro, one really funny story, right? So one of my friends, he's in Germany. He used to go for part time. He used to make 1,000 euros per month. Okay. And he was like insanely working hard. You know what he did? Every day for 4 hours, on YouTube, ഒരു funny video എടുക്കും, ഒരു ഗെയിമിംഗ് വീഡിയോ എടുക്കും. പകുതി ഫണ്ണി വീഡിയോ ആക്കും, പകുതി ഗെയിമിംഗ് വീഡിയോ എടുക്കും. എന്നിട്ട് ടിക്ടോക്കിൽ ഇടും. ഫേസ് റിവീൽ ചെയ്യുന്നില്ല, സൗണ്ട് ഇല്ല, ഒന്നുമില്ല. ടിക്ടോക്കിൽ യൂട്യൂബിലേക്ക് ആരും ഉണ്ടാക്കി വെച്ച ഒരു കണ്ടന്റ്. ഐ ഹാവ് സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ എഴുതി. ഈ സൂര്യന് താഴെ നത്തിങ് ഇസ് ന്യൂ. ഇറ്റ് ഈസ് എ കോപ്പി ഓഫ് സംതിങ്. കോപ്പീസ് ഇംപ്രൂവ് ചെയ്യും. അതാ ഇപ്പൊ ഒരു നാല് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന്ന് ഒരു കാര്യം എടുത്ത്, ഇവിടുന്ന് ഒരു കാര്യം എടുത്തു, ഇവിടുന്ന് ഒരു കാര്യം എടുത്തു, ഇറ്റ് വിൽ ബി ന്യൂ പ്രോഡക്റ്റ്. Copy of everything. So it's the same thing. അങ്ങനെ even ഇത് റീക്രിയേറ്റ് ചെയ്ത് for 3 months it didn't get anything. So everyone was like, bro, ഇതിനെ കഷ്ടപ്പെടുന്നത്. Everyone was like blaming it. I was like, bro, keep on going. Keep doing. Right now he makes 1,000 euros just by doing this. 1,000 euros just do cut ഈ വീഡിയോ എവിടുന്ന് എടുത്ത വീഡിയോ കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട്. That's 88,000 rupees. INR. 80 ചുമ്മാ ഫേസ് ഒന്നും റിവീൽ ചെയ്യാനില്ല. He just has the internet. He just knows YouTube. Pakka internet money, bro. It's internet money. So that's our thing. Like if you talk about Tron, it's all about internet. Our thing, our niche is internet. Actually, one funny story. Like after launching our academy, within 2 weeks, we got a business proposal. So one guy, he was willing to invest, or he was willing to be an employee. He was like open for it. He was desperate, to be honest. And he was like, he wanted to be part of us, right? Part of Tron. Like, yeah. He was also, he wanted to be a part of Tron. Because he loved the infrastructure we created, he loved our concepts. But the courses he had was like medical coding, fashion designing, hospital administration. So we were like, wait, these things are completely away from our vision. Yes. Ningala provide ചെയ്യുന്നത് it's kind of a solution or marketing solution. Exactly. കാരണം വെച്ചാൽ ഞാൻ എന്റെ പേഴ്സ്പെക്ടീവ് ചിന്തിക്കുമ്പോൾ എത്ര ആലോചിച്ചുള്ളൂ. ഒരു കുട്ടി ഗ്രാഫിക് ഡിസൈനിങ് പോയി, സോറി ഫാഷൻ ഡിസൈനിങ്, ഓക്കെ, ഷീ ക്യാൻ ബിക്കം എൻ എംപ്ലോയി, അങ്ങനെ പോവാം. ബട്ട് ഹൗ ക്യാൻ ഷീ എസ്കേപ്പ് ദി മാട്രിക്സ്? ഷീ ഹാസ് ടു സ്റ്റാർട്ട് ഹെർ ഓൺ ബിസിനസ്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇ കൊമേഴ്സിൽ വർക്ക് ചെയ്യണം. ബട്ട് ഇഫ് ഷീ വാണ്ട്സ് ടു നോ ദിസ്, ഷീ മസ്റ്റ് നോ ഹൗ ടു ഡു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. തീർച്ചയായും അങ്ങനത്തേക്ക് വരണം. So I was like, okay, that's not something I want to go for. It's an essential. These days, business in the essential one are digital marketing എന്ന് പറയുന്നത്. So if we want people to grow, they must come to Tron. So we were like, okay, we don't want to do that. But if we talk about crypto trading or stock investing or e-commerce, drop shipping, clipping, this is all, like even I have the videos like it's called clipping, sourcing, like a lot of names known as. ഇങ്ങനത്തെ courses പഠിപ്പിച്ചാൽ we can make students make a lot of money without actually going for all this hardship. So yeah, this is our next vision. So we will never definitely increase the quantity of our seats or something. Never. What we will do is expand our locations and increase our courses. And that's the only thing we will do. The vision is great, man. so happy. And So അതാ യെസ്. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാര്യങ്ങളും ചോദിച്ചില്ലേ, എന്തെങ്കിലും കവർ അപ്പ് ചെയ്യാണ്ടോ? ഇല്ല, എല്ലാം ഒരുത്തും കവർ ചെയ്തില്ലേ? അതാണ് സോ യാ ഷൂട്ട് ചെയ്യാം, കണ്ടിന്യൂ അല്ലേ? സോ ലെറ്റ്സ് ഈ ഒരു അറ്റ കുറെ ഓൾമോസ്റ്റ് കുറെ ഒരു 45-50 മിനിറ്റ് ആവാനായി. സോ ഞാൻ ഫസ്റ്റ്
ഈ ട്രോൺ അക്കാഡമിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇതിന് റിക്വയർമെന്റ്സ് ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോ? അതായത് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗോ, ഡിജിറ്റൽ മാർക്കറ്റ്, ഞാനൊരു ബിസിനസ് മാനാണ്, ഞാനൊരു ബുക്സിന്റെ റീറ്റെയിലിംഗിൽ ഓൺലൈൻ ഷോപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഈ ഹാർട്ട് ആയിട്ടുള്ള സാധനം എന്റെ ബിസിനസ്സിലേക്ക് ആവശ്യമുണ്ട് ഫോർ ഷുവർ എനിക്ക്. സോ ഇതിനെന്തെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റുമോ ഈ കോഴ്സ്? Okay, very interesting question, right? So this course can be done by anyone. It doesn't matter men, women, children, child, age doesn't matter. Even a working woman, like mother, anyone can do this. Like they only have like interesting. Before I say that, like you can say like this is all about like diversity അല്ലെങ്കിൽ inclusion, diversity, inclusion. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാം. Like because we target every people, we don't care how they look or anything, right? But no, that's not about it. അങ്ങനെയൊന്നുമല്ല. I'm not like a pro woman or a pro man. Other women, like I say, like every mother can do this. A mother can sit at home and make money by doing this. But that doesn't mean I'm just like a pro woman or pro like feminist or something like that. No, I'm just a realist. I'm a realist. I see everything as a realist, right? So everyone who comes to me, I just tell them 3 things. You must have. Just let me write it down. That okay. The first thing is you must have a laptop. Yeah. Basic, right? Yes. So now, if someone doesn't have a laptop and they are going through some financial hardship, we can help them out. Okay. അതായത് ലാപ്ടോപ്പ് എനിക്കിപ്പോ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ബാരിയർ കാരണം പഠിക്കാണ്ടിരിക്കാൻ പാടില്ല. If you can afford it, you must have it. ഇല്ലാത്ത പക്ഷം we have limited amount of laptops that we can rent out. Okay. അത് കുട്ടികൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ rent out ready ആണ്. But I would highly recommend to have your own laptop, right? First thing. Second thing is be curious. ഇതുവരെ കാണാത്ത ഒരാളോട് സംസാരിക്കുക. I was so curious. So you tick 2 boxes now. Let me. So going a little deeper, like what I always tell people is like you must be curious. It doesn't matter like വേറെ ഒന്നും കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു കാര്യം കൂടെയാണത്. എല്ലാവർക്കും ഇല്ല ക്യൂരിയോസിറ്റി ഒന്നും ഇല്ല. അവര് they don't care about it. Like എന്തെങ്കിലും okay അത്ര പറഞ്ഞാൽ ആരൊക്കെ പോകുന്നുണ്ട് ആ വഴി, ഞാൻ ആ വഴി പോകും, അത്രേ ഉള്ളൂ. But you have to be curious. എന്ത് കാര്യം കിട്ടിയാലും അതിന്റെ ഡീപ്പ് എൻഡിൽ പോകാൻ റെഡിയാവും. Like ഞാൻ എന്റെ ടീമിനോട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, if you want any tool, any support, any mentor, any session, just ask me and I will give you that. Why? Because you must grow. എന്തെങ്കിലും ഗ്രോവ് ചെയ്യണം. ഒരു പുതിയ ടൂൾ ഇറങ്ങുമ്പോൾ they must be curious. But I cannot say like വീട്ടിൽ പറയുന്നുണ്ട് be curious. നമുക്ക് ഉള്ളിൽ അത് സ്റ്റോറി ടെല്ലിംഗ് അല്ല. So I have to do the story telling. I was like okay, why? എങ്ങനെ ചെയ്യാതെ I rephrased that in a storytelling way and I was like okay guys, you must be like എന്തെങ്കിലും ടൂൾ വരുമ്പോൾ yes be curious. So they are like it's inspiring for them, right? അപ്പോൾ അവർ എന്ത് ടൂൾ വരുമ്പോൾ they were like okay this tool ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കട്ടെ. I'm like okay go ahead take it. Because if we can grow by that, I don't care if we have to spend money. End of the day if we grow, that's all, right? So be curious. എന്ത് വരുമ്പോൾ അത് പഠിക്കുക, be updated, because in this field you can never be updated because it's internet every day it drastic changes. It's drastic changes every day വരുന്നത്. So you must be really curious. അത് deep and long. So once upon a time, like ഞാൻ ജർമ്മനിയിലൊക്കെ ആകുമ്പോൾ I used to work like 15 hours 14 hours bro. Like I had to work and I also had to cook for myself. I had to like wash my own clothes. I have to go for part-time job. I have to go like expensive area. And അതിന്റെ സൈഡിൽ കൂടെ തന്നെ എഡ്യൂക്കേഷൻ സ്കൂളിംഗ്. സോ ഈ വീഡിയോ സമയമില്ല അല്ലെങ്കിൽ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ വഴിയാണ്, സമയമില്ല എനിക്ക് അതിനുള്ള സിറ്റുവേഷൻ അല്ല എന്ന് പറയുന്നവർക്ക് കൂടെയാണ് ഇത് കേൾക്കാൻ. ഋഷിലൊരു പ്രത്യേകിച്ച് ഒരു മാതൃകയായിട്ട് എടുക്കുക. ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ആസ് ഓഫ്. Yes, exactly. So because you know but if you really think about it, I don't really see that hard work bro, because I really love what I'm doing, right? Atrolo, as you said, it's all about passion. If it's your passion, it doesn't matter, right? Yes. So I was like always behind this. In YouTube and then the related video, I would definitely watch it because it interests me, it entertains me, right? Just make sure it entertains you. So be curious. എന്ത് വരുമ്പോൾ ഞാൻ ആ ക്യൂരിയസ് എന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ ഓർമ്മ വന്നതാണ് സ്റ്റീവ് ജോബ്സിന്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, സ്റ്റേ സ്റ്റുപ്പിഡ് ആൻഡ് സ്റ്റേ ക്യൂരിയസ്. അത്രയുള്ളൂ. It doesn't matter what you are, like it doesn't matter who you are, just be curious and be willing to go to the heart end. Like I forgot his name. Okay, so you still remember the concept? Yeah. No, but this time I really forgot his name. Okay. So the story he says is like he was like Chris Willis, you know. Chris Willis, podcast or something. Yes. So he was having a podcast. He was saying, how do you do this? Don't you feel the pain in your knees? Aren't you old? Don't you want to drink a little more and stay in the bed? Don't you want to stay in the bed with your wife? Getting goosebumps, bro. Yeah. You know what the other place said? Oh man, I forgot his name. He was like, go ahead,
keep going. David Goggins. David Goggins, yes. Bro, You know him, I already watched that. insane man. He was like, yes, keep going, Keep going. more, Yeah, give me more. getting. He's like getting energy from it. You know why? Because he says most people are Are willing to go that far. അവരെല്ലാരും ആ ഒരു സാധനം കിട്ടി. So if you are willing to go ahead of that difficulty, you're already winning from the competition. ഒരു 80-85% population കാട്ടും നിങ്ങൾ ഫ്രണ്ടിലാണ്. Easy to win in this. ഈ കാലത്ത് easy to win ചെയ്യാൻ. It's very easy to win. You just have to stay serious. You just have to be willing to do everything it takes. Like mind, just control your damn mind. That's it. ഡേവിഡ് അതാ പറയുന്നത്. ഡേവിഡ് ഗോഗിൻസ് എന്റെ ഗ്രോത്തിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ആൻഡ്രൂ Tate brothers. Yes, okay. Tate brothers. Then there is another person, David Goggins. Okay, David Goggins. And Iman Ghazi. Yes. And other person, Jordan B. Peterson. Okay. Yeah, Jordan Peterson is controversial. See? No, but I don't really like him. Really? No, I don't like Jordan Peterson because he talks about mental strength and then he goes ahead and takes antidepressant pills and all. Yeah, he takes pills and he is open about it. So I don't believe it because I believe anything in this world you can conquer with your mind. He has really good principles and I do take a lot of things from him. അത് നമ്മൾ ഒരു കാര്യം നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മാത്രം. So yeah, but I think this is something hypocritical. What is it? Taking pills and then still advocating for mental strength is not. It's hypocritical. So yes, sir. But I would suggest another name, Alex Hermosi, bro. Alex Hermosi, yeah, he's insane. Sales 100 million. There's a book called 100 million leads. Leads and also there is 100 million. Two book ഉണ്ട്. Yes. So yeah, these are people I follow mostly as well. So yeah, ഈ ഒരു കാര്യങ്ങൾ follow ചെയ്യണമെങ്കിൽ you just have to be curious. You just have to. All these people, ഇവരെല്ലാരും they just did one same thing. If you like another great quote. If you go ahead and like look what they have, you will find nothing. But they have something which you don't have, which you have. Like they don't have something which you have. That's an off button. They don't have an off button, bro. They never go off. Like really interesting story. So David Goggins, like Andrew Tate a podcast George Janko in the podcast George Janko was like, so you know how weed is legal in America and Europe, right? Yes. So this guy was like, okay, I smoke every night. I smoke one like one cigarette of weed or something like that. Like weed should I stop or not? So Andrew Tate was like, why do you do that? So he was like, that's my peace time. I just want to rest. It's my time for my rest to go off. You know what Andrew Tate said? Why do you want to rest? Why do you want to take your time off? It's an ability and a blessing that you can think at 1,000 miles an hour. So why are you stop thinking? And the friend did a wallpaper and if you rest, you will rust. That's true. That's really true. And you know what George Janko said? He was like, I'm just playing video game. I don't really need my brain. I can take my time off. I can rest. You know what Andrew said? You're playing a video game. You must win. It's a war. You must win. That's what it is. See, these people, bro, they don't have an off button. Every start ചെയ്തോ അങ്ങ് പോവും. അറ്റം വരെ. അതാണ്. Be curious. Go to the utter end. Learn everything you can. Do everything you can. You will make a lot of mistakes. Learn from the mistakes. Forget the rest. Learn from the mistake. Every day, at the end of the day, learn. What can I learn from it? Take the lessons and then apply it next day. Right? And then, coming back to the point, the next thing you need to become an digital ഈ ട്രോണിലെ കോഴ്സ് എടുക്കണമെങ്കിൽ 3 കാര്യം. First laptop, stay curious, and the last one, be determined. Determination ഇല്ലാണ്ട് പറ്റില്ല. ശരിയാ. Be determined to be the best in the world. Be the best, right? So whenever, like even today I got an inquiry. He came to me and he was like, I want to learn multimedia. I want to learn basic of VFX. I want to learn graphic designing. I want കുറച്ച് video editing പഠിക്കണം, കാര്യം പഠിക്കണം. I was like, bro, learn one thing. Be the best in it. Yes, master it. എന്നിട്ട് ബാക്കിയെല്ലാം പോയിക്കോ. അതെ, കുഴപ്പമില്ല. But first stick on to one. ഇപ്പൊ നമ്മള് ആ കുട്ടി പറഞ്ഞാൽ ആ കുട്ടി തൃശ്ശൂരൊക്കെ കുറെ സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോ എല്ലായിടത്തും ഒരു പാക്കേജ് പോലെ എല്ലാം കൂടി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാത്തെ? നിങ്ങൾ ഓരോന്നോരോന്ന് പഠിപ്പിക്കുന്നുള്ളൂ. And he was like complaining that. Okay. So I had better എന്ന് argue ചെയ്യുന്ന അവസ്ഥയാണ്. So I had to convince him that's not true. You have to focus on one thing, have a niche, be the best in it, and then go ahead and conquer other niches. But first conquer the first thing. You have to. It's only a delusion until it's your reality. Exactly. Right?
എല്ലാം അങ്ങനെ തന്നെ, എല്ലാം ഒരു എന്തോ കാണാൻ പറ്റുന്ന സ്വപ്നത്തിൽ നിന്നാണല്ലോ അതാ ബൾബ് കണ്ടുപിടിച്ച ആളുടെ ജസ്റ്റ് ഒരു ഇമാജിനറി ആയിരുന്നു, നല്ലൊരു കത്തുന്ന ഒരു ബൾബ്, പിന്നെ അത് റിയാലിറ്റി കൊണ്ടുവരും എല്ലാതും. Until reality solution, right? അന്നത്തെ കാഴ്ച ബൾബ് ഉണ്ടാക്കുന്ന മുമ്പ് ആൾക്കാർ പോയിട്ട് ഞങ്ങൾ സാധനം ഉണ്ടാക്കാൻ പോയി they couldn't imagine other people. So it's only a delusion until reality. So you must work really hard. You must be curious and you must be determined to be the best in what you're doing. ഈ ഫസ്റ്റത്തെ ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ ഈ ബാക്കി രണ്ട് ലാപ്ടോപ്പ് I can help you with that. I can help you with that. I can provide you that. But being curious and being determined, only you can do that. I can guide you. I can tell you, like for me, when I was like starting out, I had some mentors. I had my brother. My brother was like huge part of my stepping stone. So he was like telling me, okay, this is this concept. There was like this video. So I would go through it. But it's easy for people to tell me what to do. Tell me what to do. It's hard for me to do it. Exactly. So you feed it and while it's up to you. And like like sometimes, you know, one thing I hate most about Malayalis, bro. Malayalis give respect to age a lot. Right? Exactly. So but they call by their names. Yes. Right. So for me it's really hard because I'm really young, 21 only. So whenever I go for something, whenever I'm like leading team, whenever I tell someone, they take it in an egoistic way. Like even like phase matters. Age നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ ഏജിലുള്ളവർ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഈ ഏജിലുള്ളവർ ഇന്ന കാര്യം ചെയ്താൽ അത് ബ്രേക്കബിൾ ആണ്. Exactly. ഇവരൊക്കെ തിങ്ക് ചെയ്യണ്ട, ഓ എനിക്ക് ഇവനെക്കാൾ എക്സ്പീരിയൻസ് see utter bullshit, bro. Only in India you will see that. Okay, maybe മലയാളത്തിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. Wherever I went, I will never see this thing, right? So yeah, just keep those things in out. Be determined, be focused. ആരെന്ത് പറഞ്ഞാലും take the best out of it. Like whenever someone is saying something, just like നോക്ക, what has he done? Should you listen to him? Is he worth being listened to? And ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും what is he saying? അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ആ ബെനിഫിറ്റുള്ള കാര്യം മാത്രമേ ബാക്കിയൊക്കെ തട്ടിക്കോ. പ്രശ്നമല്ല. ബട്ട് ജസ്റ്റ് റെസ്പെക്ട് him. ആ റെസ്പെക്ട് കൊടുക്കണം. End of the day, respect is a must. If he is respecting you, just give it back. But you can accept, take whatever you want. Like and whenever I can lead people, like I can help them be more curious. Like ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത്, I can help them be more determined. Like ഇങ്ങനത്തെ ഒരു കാര്യം help ചെയ്തിട്ട്. But they have to do it themselves. They have to do the hard part. അതെ, അവർ ചെയ്യേണ്ട കാര്യമാണ്. അതാ, നീ നടക്കേണ്ട വഴി നീ തന്നെ ഒറ്റയ്ക്ക് നടക്കണം. I can just support you. I'm in the background. അതെ, വഴി കാണിച്ചാൽ പുഷ് ചെയ്യും. But he has to do it. You have to walk. ആ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ I can guarantee him placement. I can guarantee. Okay, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ it doesn't matter. അതെ, നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന പറയുന്നത് guarantee. So I mean, ഞാനിത് ബിസിനസ് റൺ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിന്റെ പവറും പർപ്പസും പറഞ്ഞപ്പോഴാണ്. സോ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാണ്ട് റൺ ചെയ്യാൻ പറ്റാത്തുള്ള കാര്യം. സോ ഐ ആം സോ ക്യൂരിയസ് ടു ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രം Tron Academy. സോ ഐ മീൻ deal is on. So അത് കഴിഞ്ഞാൽ എനിക്ക് ജോലികൾ സോ എനിക്ക് പഠിച്ചാൽ മാത്രം മതി. പഠിത്തമാണ് എന്റെ ഏറ്റവും വലിയ. അറിയാത്തൊരു കാര്യത്തിലാണ് എനിക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ അപ്കമിങ് പുതിയ ട്രോണിന്റെ പുതിയ ഓരോരോ സ്ഥലങ്ങൾ ഓരോ ഡോട്ട് ക്രിയേറ്റ് ചെയ്യാൻ wishing you the best luck. Thanks, bro. So nice to meeting you. Nice to meet you, bro.